ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ ഇന്ന് നമ്മളൊരു അൺബോക്സിംഗ് ആയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. കാരണം കുറച്ച് നാളായിട്ട് നമ്മൾ മുഴുവൻ ചെയ്യുന്നത് യാത്രകളും അതുപോലെ തന്നെ ട്രിപ്പിങ്ങിൻ്റെതായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ കാറിൽ, ബൈക്കിൽ, സൈക്കിളിലൊക്കെ നമ്മൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ബൈക്കിൽ ട്രിപ്പ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് സേഫ്റ്റിയുടെ കുറച്ച് പ്രോബ്ലം പോലെ തോന്നി. കാരണം എൻ്റെ കയ്യിലുള്ള പഴയൊരു ഹെൽമെറ്റാണ് വാഗയുടെ. അപ്പോൾ നിങ്ങളത് നമ്മുടെ ഒരു പഴയ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് ചെയ്യുമ്പോൾ എൻ്റെ ഹെൽമെറ്റ് സ്യൂട്ടല്ല. അതുപോലെ തന്നെ അതിൽ നമ്മളത് മോട്ടോർ ക്രൂസ് ടൈപ്പ് ഹെൽമെറ്റാണ്. അപ്പോൾ ലോങ് ഒക്കെ പോകുമ്പോൾ കുറച്ച് വിൻഡ് അടിക്കുമ്പോൾ ഹെൽമെറ്റ് കാറ്റ് പിടിക്കുക, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഞാൻ ഹെൽമെറ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ പുതിയൊരു ആക്സോറിൻ്റെ ഒരു ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോണത്. അതിൽ വേറെ ഒന്നല്ല, ആക്സോറിൻ്റെ ഒരു വിവിധ് എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് എപ്പെക്സിൻ്റെ വിവിധ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസൈനാണ് ഇതിലുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതിനുള്ളിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്കിവിടെ വയ്ക്കാം ഹീനോ. ഓക്കെ, ആദ്യമേ തന്നെ നമുക്ക് ഇതിൻ്റെ ഔട്ടർ സൈഡും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നമുക്കിവിടെ ബോക്സിൻ്റെ പുറത്ത് തന്നെ നമുക്ക് ആക്സോർ ഹെൽമെറ്റ്സ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതാ ഫുൾ ഫേസ് എന്ന് കാണിക്കാനുള്ള രീതിയിലൊരു ചെറിയൊരു ലോഗോയും അതിൻ്റെ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ, അത് സൈസ് മാറിയിട്ടുണ്ട് കേട്ടോ. അത് എക്സലിനാണ് കൊടുത്തിട്ടുള്ളത്. ശരിക്കും ബോക്സ് എന്തോ മാറിയതാണെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ അടുത്തുള്ള എക്സൽ അല്ല, നമ്മുടെ അടുത്തുള്ള മീഡിയം ആണ്. ആക്സോർ മീഡിയം, പിന്നെ ബ്രാൻഡ് ആക്സോർ കോഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മോഡൽ ആക്സോർ എപ്പെക്സ് വിവിധ്, പിന്നെ കളറ് ബ്ലാക്ക്, നിയോൺ യെല്ലോ. പിന്നെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് കൊടുത്തിട്ട് 4994 രൂപയാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ തന്നെ. അത് ഇൻക്ലൂഡഡ് ടാക്സ് അടക്കമാണ് ഈ ഒരു റേറ്റ് വരുന്നത്. പിന്നെ മാനുഫാക്ചറിങ് ഡേറ്റ് 18 ജനുവരി 2021. പിന്നെ അതിൻ്റെ ബാർകോഡും കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് സാധനം ഇമ്പോർട്ടഡ് ആയാലും മാർക്കറ്റഡ് ബൈ വേഗ ഓട്ടോ ആക്സസറീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, അവരാണ് ഈ സംഭവം ചെയ്യണത്. പിന്നെ അതിൻ്റെ അടിയിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അറിയാനായിട്ട് അതിൻ്റെ ആക്സോറിൻ്റെ സൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. www.axorhelmets.com. അതിൽ നമുക്ക് ഫേസ്ബുക്ക് ഉണ്ട്, ആക്സോർ ഹെൽമെറ്റ്സ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ആക്സോർ ഹെൽമെറ്റ് തന്നെയാണ് പേര് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് യൂസിയുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. പിന്നെ നമ്മുടെ ഡോട്ടിൻ്റെ കാര്യങ്ങളും കാണാനുണ്ട്, സർട്ടിഫിക്കറ്റിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഉള്ളൊന്ന് തുറന്ന് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ എന്താ സംഭവം പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ചെറിയൊരു ടാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ പോകണം കേട്ടോ. നമുക്ക് എക്സോ ബ്ലേഡാണ് കിട്ടിയത്. കത്തിയൊന്നും എടുക്കാൻ എന്താ പറയുക, മറന്നുപോയി. നമുക്ക് കട്ട് ചെയ്യാം. സംഭവം തുറന്നിരിക്കുകയാണ്. തുറക്കുമ്പോൾ നോക്കിയാൽ ചെറിയൊരു ഉള്ളിലൊരു ബാഗും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നെ നമ്മൾ മേടിച്ചതാണ്, അതോട്ട് ഇരിക്കട്ടെ. അത് പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ലെവലിലാണ് കാണുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഹെൽമെറ്റ് തല ഇരുന്നിട്ടാണ് വിളിക്കുന്നത്. അല്ല ഇതാ എക്സോ. ഇങ്ങനെയാണ് നമ്മുടെ ഹെൽമെറ്റിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ അത്യാവശ്യം ചെറിയൊരു ബാഗാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നോക്കി ഇങ്ങനെ തോളത്തിട്ടിട്ട് എവിടെയെങ്കിലും നമുക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ബാഗ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ക്യാരി ചെയ്യാം. ഹെൽമെറ്റ് വേണമെന്നാണ് നമുക്ക് ഇങ്ങനെ ക്യാരി ചെയ്യാം ബാക്കിലിട്ടിട്ട്. അതിനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു ബാഗ് നമുക്ക് ആക്സോർ തന്നിട്ടുള്ളത്. അപ്പോൾ സംഭവം നല്ല സ്റ്റൈലായിട്ടുണ്ട്. നല്ല ഓറഞ്ച് ത്രെഡും കാര്യങ്ങളും, പിന്നെ ലൈനറൊക്കെ നല്ല ഓറഞ്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ലൊരു ഗ്രേ കളറിൽ ഒരു അടിപൊളി ബാഗ്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ബാഗ്. നമുക്കിതിന് ഉള്ളിൽ തുറന്നിട്ട് നമുക്ക് ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. ഇങ്ങനെ ഉണ്ടെന്നുള്ളതാ നമ്മൾ തുറക്കാനിടാ. ഇത് കാണാനാണ് ഇത്ര നേരം എല്ലാവരും വെയിറ്റ് നിന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഹെൽമെറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല പ്രസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ. പിന്നെ പക്ക ഒരു എന്താ പറയുക, ഒരു എയറോഡൈനാമിക് ഷേപ്പാണ് നമ്മുടെ ഹെൽമെറ്റിന് വരുന്നത്. ബാക്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള സ്പോയിലറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഗ്രാഫിക്സാണ് എടുത്ത് പറയുന്നത്. നിങ്ങൾ നോക്കിയാൽ എൻ്റെ സെൻറ്ററിലുള്ള ഗ്രാഫിക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഗംഭീരമായിട്ടുള്ളൊരു സംഭവം. പിന്നെ ഇതിൽ നമുക്ക് ആക്സോറിൻ്റെ സൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് മുകളിൽ നമുക്ക് എയർ വെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എയർ വെൻസും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ മുകളിലേക്ക് ഒന്നിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഓഫാണ്. ഇങ്ങനെ മുകളിലേക്ക് വലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം ജസ്റ്റ് ഓപ്പണായി ഇതിൻ്റെ ഉള്ളിൽ കൂടെ വിൻഡും കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് വരും. പിന്നെ ഇത് ഡബിൾ വൈസറാണ് വരുന്നത്. മുകളിൽ ഡബിൾ വൈസർ, മുകളിൽ നമ്മുടെ നോർമൽ വൈസർ നമുക്കിങ്ങനെ കൈ കൊണ്ട് ഈ സൈഡിലാണ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ട് വരുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പണും കാര്യങ്ങളൊക്കെ ആവും. പിന്നെ ഇതിൽ ആൻറ്റി ഫോഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻറ്റി ഫോഗും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഈ സ്റ്റിക്കർ ഒന്ന് പറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇത് ഉള്ളിൽ നമുക്ക് ഒരു വൈസറും കൂടി വരുന്നുണ്ട്. അത് നമുക്ക് ഇവിടെയാണ് അതിൻ്റെ ബട്ടനും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് വായിക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഗ്ലാസും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരും.
പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ഫോംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വാഷബിളാണ് കേട്ടോ. ഇത് ഫുള്ള് നമുക്ക് ഊരി നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നമുക്കൊരു എയർ വെൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് ക്ലോസ് ആണ്. ഇതിപ്പോൾ താഴത്തേക്ക് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഓപ്പണായി കണ്ട വലിച്ചു കഴിഞ്ഞാൽ ഇത് ഓപ്പണും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഇതിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഷേപ്പാണ് ഇതിൻ്റെ ബാക്കിലേക്ക് വന്നിട്ടുള്ളത്. പക്ക ഒരു എയറോഡൈനാമിക് ഷേപ്പ് തന്നെ നമുക്ക് ബാക്ക് ലുക്ക് കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡ് കണ്ടോ, ഇവിടെ കണ്ടോ, നല്ല അത്യാവശ്യം നല്ല രീതിയിൽ സ്പോയിലറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിൽ ആക്സോറിൻ്റെ സൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്പോർട്സ് സീരീസ് എന്നുള്ളൊരു ലെറ്ററിങ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ആക്സോറിൻ്റെ സൈനും കാര്യങ്ങളൊക്കെ അടിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതാ ബാക്കിലാണ് കറക്റ്റായിട്ട് നമ്മുടെ ആക്സോറിൻ്റെ ഒരു നെയിമും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ അടിയിൽ നമുക്ക് ഇതാ വിവിധ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിൻ്റെ എഡീഷൻ്റെ പേരും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അത് എപ്പെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നെയിമും കാര്യങ്ങളൊക്കെ, പിന്നെ ഡോട്ട് സർട്ടിഫിക്കറ്റ് ECE സർട്ടിഫിക്കറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും പറയാം, ഇത് സൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എക്സൽ തന്നെയാണുള്ള സൈസ് വരുന്നത്. എക്സൽ തന്നെ ഇതിലും കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എക്സൽ തന്നെയാണ് സംഭവം വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലത്തെ ഫോമും കാര്യങ്ങളൊക്കെ അവർ നമുക്ക് മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്കള്ളും കാര്യങ്ങളൊക്കെ സെയിം തന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ സൈസും കാര്യങ്ങളൊക്കെ. ഇതിലുള്ളത്തെ ഫോമിൻ്റെ വ്യത്യാസമാണ് ശരിക്കും നമ്മുടെ സൈസിനൊന്ന് മാറ്റണമെന്നാണ് ആ ഷോപ്പുകാർ പറഞ്ഞത്. അതങ്ങനെയായിരിക്കണം എന്ന് ഞാനും പ്രതീക്ഷിക്കണം. അവർ നമ്മളെ പറ്റിക്കില്ല എന്ന് ഞാനും പ്രതീക്ഷിച്ചു. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ ഡെയറിങ് സേഫ്റ്റിയുടെ ഭാഗം പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെയറിങ് കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു ഡബിൾ ഡെയറിങ് ആണ് വരുന്നത്. പക്കാ സേഫ്റ്റി ഉള്ളത്, അതായത് ക്ലിപ്പല്ല വരുന്നത്. കുറച്ച് കാര്യങ്ങളായിട്ട് പറയാനായിട്ട് വിട്ടുപോയി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇതിലുള്ള കുറച്ച് സംഭവങ്ങൾ, ഇത് ഗ്ലാസ്സിൽ ആ സ്റ്റിക്കറിൽ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് സ്പോയിലറിൻ്റെ ഇത്, പിന്നെ ആൻറ്റി സ്ക്രാച്ചാണ് നമ്മുടെ ഈ ഗ്ലാസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ഫാബ്രിക്കയുടെ ABS എന്ന് പറയുന്ന സംഭവം ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പിൻ ലോക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ആൻറ്റി ഫോക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ സ്ട്രീറ്റ് സ്റ്റൈൽ എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു ഹെൽമെറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ബ്ലൂടൂത്തിൻ്റെ കണക്ടിവിറ്റി കൊടുക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഫുൾ റിമൂവബിൾ വാഷബിളാണ് നമ്മുടെ ഹെൽമെറ്റ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ അടുത്ത്. പിന്നെ ഇതിലാണ് നമ്മുടെ ഹെൽമെറ്റിൻ്റെ ഉള്ളിലാണ് വരുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ എന്താ പറയുക, ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ വരുന്നത് ഇതിലാണ് വരുന്നത്. ഇതിൽ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അതിലൊരു ചെറിയൊരു സംഭവം കൊടുത്തിട്ടുണ്ട്, ചെറിയ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനുള്ള സംഭവം. ഈ ഒരു ഏരിയയിലായിട്ട് നിങ്ങൾക്ക് കാണാനില്ല, എനിക്കും ശരിക്കും ഇവിടെ നിന്നിട്ട് കാണാനുണ്ട്. തുറന്ന് കാണിച്ചു തരാം. ഇവിടെയാണ് വരുന്നത്. ഇതിനിപ്പോൾ ഇത് തുറന്ന് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നൈസായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെക്കേണ്ടി വരും. ഗൈസ്, അപ്പോൾ ആൻറ്റി ഫോഗിൻ്റെ സ്റ്റിക്കർ നമ്മൾ പതുക്കെ ഇളക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് പറിച്ചെടുക്കാം. ആൻറ്റി ഫോഗിൻ്റെ മുകളിലത്തെ സ്റ്റിക്കർ നമ്മളൊന്ന് പറിച്ചു. അത് നമ്മൾ കളയണില്ല, ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലത്തെ ആൻറ്റി ക്ലിയർ ആയിട്ടുള്ള ആ ഒരു ഗ്ലാസിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളും കൂടെ പറിക്കാം. അത് നമ്മൾ മെല്ലെ ഇളക്കിയെടുക്കുകയാണ്. അത് നമ്മൾ മെല്ലെ ഇളക്കിയെടുത്തു. അപ്പോൾ ഈ ഒരു സ്ഥലങ്ങളിലാണ് സ്റ്റിക്കറുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. വേറെ എവിടെയും അങ്ങനെ സ്റ്റിക്കറുകളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെൽമെറ്റിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടുള്ള ആ ഒരു രൂപവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതാണ് സംഭവം. എങ്ങനെയുണ്ട് ഹെൽമെറ്റ്? എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ആക്സോറിൻ്റെ ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, ആക്സോറിൻ്റെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. നമ്മുടെ ഇപ്പോൾ ഞാൻ ആ ഒരു ഷോപ്പിലേക്ക് പോയപ്പോൾ എനിക്ക് അവിടെ ഒരുപാട് ഹെൽമെറ്റ്സുകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിച്ചു. പക്ഷേ ഇത്രയ്ക്ക് നല്ല ഗ്രാഫിക്സ്, അതുപോലെ തന്നെ ഈ ഒരു റേറ്റിന് ഇത്രയ്ക്ക് നല്ല സ്പെക്കും കാര്യങ്ങളൊക്കെ കൊടുക്കണ വേറൊരു ബ്രാൻഡ് എനിക്ക് ഉണ്ടെന്ന് തോന്നിയില്ല. പിന്നെ സേഫ്റ്റിയും പക്കയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു 4994 എന്നുള്ളൊരു റേറ്റിൽ അത്ര വരില്ല, അവരെന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ടൊക്കെ ചെയ്ത് തരുമായിരിക്കും. ആ ഒരു റേറ്റിൽ നമുക്ക് ഡബിൾ ഡീറിങ് അടക്കമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ വരണത്. ഈ ഹെൽമെറ്റിനെ കുറിച്ച് ഞാനിതിൽ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്നില്ല, നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിൽ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടാം. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ അറിയുന്ന ആൾക്കാർക്ക് നമ്മുടെ ഇതിൻ്റെ താഴെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇട്ടിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. അതിനൊന്നും നമുക്ക് യാതൊരു വിരോധമൊന്നുമില്ല, യാതൊരു നെഗറ്റീവായിട്ടുള്ള രീതിയിലും നമ്മൾ എടുക്കില്ല. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ സൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, അതിൽ കയറിയിട്ട് ഫുള്ള് കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാം. ഇതിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽ നമ്മുടെ ആക്സോറിൻ്റെ സൈറ്റ്സിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, സ്റ്റിക്കറുകളും കാര്യങ്ങളൊക്കെ. അതൊക്കെ ഞാൻ എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളാണ് കുറച്ച് സംഭവങ്ങളൊക്കെ. അപ്പോൾ അതെന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഇതിൽ നമുക്ക് ആക്സോറിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. നമുക്ക് നമ്മുടെ ബൈക്കിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വയ്ക്കാം. പിന്നെ ഇത് ഈ ബാക്കിൽ നമുക്ക്
എയർ വെൻറ്റിൻ്റെ അല്ല നമ്മുടെ സ്പോയിലറിൻ്റെ ഭാഗത്തൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ വെക്കാനായിട്ട് ഒരു സംഭവങ്ങളും കാര്യങ്ങളും ക്ലിപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് മെൻഷൻ ചെയ്യാനായിട്ട് ഉള്ള ഫുള്ള് സംഭവങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ AB പോസിറ്റീവാണ്. എന്തായാലും അവർ കുറച്ച് വലുതാക്കി കൊടുത്തിട്ടുണ്ട്. ചെറിയ റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എവിടെയും ഒട്ടിച്ച് വയ്ക്കാം. നമുക്ക് എന്ന് വെച്ചാൽ രാത്രിയൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇല്ലാത്ത സ്ഥലത്തൊക്കെ കുറച്ച് പ്രസൻസും കാര്യങ്ങളൊക്കെ വരാനാണ് ഈ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇത്രത്തോളമാണ് നമ്മുടെ ഇതിലുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഹെൽമെറ്റിനെ കുറിച്ച് ഞാനിതിൽ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്നില്ല, നിങ്ങളുടെ ഇതിൻ്റെ അടിയിൽ കമൻറ്റും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ അറിയുന്ന ആൾക്കാർക്ക് നമ്മുടെ ചാനൽ ഇതിന് താഴെ വീഡിയോന് താഴെ കമൻറ്റ് ഇട്ടിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. അതിനൊന്നും നമുക്ക് യാതൊരു വിരോധമൊന്നുമില്ല, യാതൊരു നെഗറ്റീവായിട്ടുള്ള രീതിയിലും നമ്മൾ എടുക്കില്ല. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ സൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, അതിൽ കയറിയിട്ട് ഫുള്ള് കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാം. ഇതിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽ നമ്മുടെ ആക്സോറിൻ്റെ സൈറ്റ്സിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനിയുള്ള നമ്മുടെ എല്ലാ യാത്രയിലും നമ്മുടെ ആക്സോറിൻ്റെ എപ്പെക്സ് ആയിരിക്കും, അതായത് ഈ ഒരു വിവിധ എന്ന് പറഞ്ഞ മോഡലായിരിക്കും നമ്മുടെ ഹെഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിടുക. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ എന്തെങ്കിലും കാണാം. ഞാൻ കുറച്ച് സംഭവങ്ങളും കൂടി ഉണ്ട്, അതൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഓക്കെ, ബൈ.